2024 ഇറങ്ങിയ ഒരു ഗംഭീരമായ ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2. ഒരു കൂട്ടം മനുഷ്യർ ഒരു ഗ്രഹത്തിൽ നിന്നും അത്യധികം വിലപിടിപ്പുള്ള ഒരു ഉൽപ്പന്നം ഖനനം ചെയ്യാൻ ശ്രമിക്കുന്നതും അപ്പോഴവിടെയുള്ള മനുഷ്യർ അവരെ എതിർക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഇത് 2021 ഇറങ്ങിയ ഡ്യൂൺ സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ആ സിനിമയുടെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് മനസ്സിലാകില്ല. മുൻപത്തെ സ്റ്റോറി ഓർമ്മയുള്ളവർ നേരെ ഈ സമയത്തിലേക്ക് സ്കിപ്പ് ചെയ്താൽ മതി. കഥ നടക്കുന്നത് ഭാവിയിൽ ഇനിയും ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ കാലത്തിൽ മനുഷ്യരാശി മിൽക്കി വേ ഗാലക്സി മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. ഇംപീരിയം എന്ന വലിയൊരു സാമ്രാജ്യമാണ് ഇപ്പോൾ ഗാലക്സിയെ മുഴുവൻ ഭരിക്കുന്നത്. ഷാഡം 4 കൊറിനോയാണ് ഈ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. ഇയാളുടെ കീഴിലുള്ള ഗ്രഹങ്ങളെയെല്ലാം പല പല ഹൗസസ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ ഹൗസിനും ഓരോ ഡ്യൂക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു ഹൗസിന്റെ നേതാവാണ് ഡ്യൂക്ക്. ഈ കാലത്തിൽ സ്പേസ് ട്രാവലൊക്കെ വളരെ നിസ്സാരമായി കഴിഞ്ഞു. അപ്പുറത്ത് റേഷൻ കടയിൽ പോയിട്ട് വരുന്നത് പോലെയാണ് ഇപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ പോയിട്ട് വരുന്നത്. ഈ പുരോഗമനത്തിന്റെയൊക്കെ ഒരു പ്രധാന കാരണം സ്പൈസ് എന്നൊരു പൊടിയാണ്. ഈ പൊടി ആകെ അറാക്കീസ് എന്നൊരു മരുഭൂമി ഗ്രഹത്തിൽ മാത്രമേയുള്ളൂ. അതുകൊണ്ട് സ്പൈസ് ഖനനം ചെയ്യാൻ എപ്പോഴും ചക്രവർത്തി ഏതെങ്കിലും ഹൗസിനെ ഏൽപ്പിക്കും. അവസാനമായിട്ട് ഏൽപ്പിച്ചത് ഹാർക്കുനൻ എന്നൊരു ഹൗസിനെയാണ്. വെറും ക്രൂരന്മാരായ ഒരു ഹൗസാണ് ഹാർക്കുനൻ. അവര് അറാക്കീസിലുള്ള സകലരെയും സ്പൈസ് ഖനനം ചെയ്യുന്ന പേരിൽ കഷ്ടപ്പെടുത്തുകയാണ്. ഫ്രമൻസ് എന്നാണ് അറാക്കീസിലുള്ളവരെ പറയുന്നത്. സ്പൈസിന്റെ എഫക്റ്റ് കാരണം ഫ്രമൻസിന്റെ കണ്ണുകളൊക്കെ നല്ല കടും നീല നിറമാണ്. ഫ്രമൻസ് എപ്പോഴും ഹാർക്കുനൻസിനെ എതിർക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കൽ ഹാർക്കുനൻസിനെ മാറ്റി അട്രഡീസ് എന്ന മറ്റൊരു ഹൗസിനെ ഖനനം ഏൽപ്പിച്ചു. ലെറ്റോയാണ് അട്രഡീസിന്റെ ഡ്യൂക്ക്. അട്രഡീസ് മറ്റ് ഹൗസസിനെ പോലെയല്ല. ഇവർ ജനങ്ങളുടെ നന്മയും കൂടെ എപ്പോഴും പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെവിടെ പോയാലും അവിടെയൊക്കെ വളരെ വേഗം പുരോഗതി പ്രാപിക്കും. അതിനാൽ അട്രഡീസ് ഇപ്പോൾ ഇംപീരിയത്തിലെ ഏറ്റവും ശക്തമായ ഹൗസിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. ഹാർക്കുനൻസ് ഇവരെ എപ്പോഴും ശത്രുക്കളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം ഹാർക്കുനൻസ് അറാക്കേസിൽ തിരിച്ചുവന്ന് അട്രഡീസിനെ മുഴുവൻ ആക്രമിച്ചു. ലെറ്റോ അതിൽ കൊല്ലപ്പെട്ടു. പക്ഷെ അവന്റെ മകൻ പോളും ഭാര്യ ജെസിക്കയും രക്ഷപ്പെട്ടു. അവർ മരുഭൂമിയിലേക്ക് ഓടി ഒരു കൂട്ടം ഫ്രമൻസിന്റെ പക്കലെത്തി. ബെനെ ജെസറിറ്റ് എന്നൊരു ഓർഗനൈസേഷനിൽ പെടുന്ന ഒരാളാണ് ജെസിക്ക. പുരാതന കാലം മുതലുള്ള ഒരു സംഘടനയാണ് ബെനെ ജെസറിറ്റ്. ഇതിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു റിലീജിയസ് ആയ സംഘടനയായിട്ടാണ് പുറം ലോകം കാണുന്നത്. എന്നാൽ സയന്റിസ്റ്റുകളും സ്പൈകളും തത്വചിന്തകരും പൊളിറ്റീഷ്യൻസും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഘടനയാണിത്. റിലീജിയസ് കാര്യങ്ങളും പൊളിറ്റിക്കൽ കാര്യങ്ങളും ഒക്കെ രഹസ്യമായി നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇവര് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരാശിയെ മൊത്തം നിയന്ത്രിക്കുന്നതിൽ ഇവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇവർക്ക് അവരുടെ ഒരു പ്രത്യേകതരം ശബ്ദം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള അമാനുഷിക ശക്തിയുണ്ട്. ഇതേ ശക്തി ജെസിക്കയിലൂടെ പോളിനും കിട്ടിയിട്ടുണ്ട്. ഇംപീരിയത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനായിട്ടാണ് പോളിനെ റിലീജിയസ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം ഫ്രമൻസും വിശ്വസിക്കുന്നത്. വിശ്വാസമനുസരിച്ച് ലിസാൻ അൽ ഗയീബ് എന്നാണ് ആ രക്ഷകനെ ഫ്രമൻസ് വിളിക്കേണ്ടത്. ഈ വിശ്വാസത്തിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ ബെനെ ജെസറിറ്റ് ആണ്. അതായത് ഒരിക്കൽ ഫ്രമൻസ് ഇംപീരിയത്തിനെ എതിർക്കുമെന്നും അന്ന് ഫ്രമൻസിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ബെനെ ജെസറിറ്റിലെ ഒരു അംഗം ശ്രമിക്കേണ്ടതുണ്ടെന്നും പണ്ടേ തന്നെ ബെനെ ജെസറിറ്റ് ഊഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫ്രമൻസിന്റെ മതവിശ്വാസങ്ങളിൽ ഭാവിയിൽ ഇങ്ങനെ ഒരാൾ വരുമെന്നുള്ള പ്രവചനം എഴുതി വച്ചിരുന്നത്. എന്തായാലും ഫ്രമൻസിന്റെ പക്കൽ എത്തിയപ്പോൾ ജെയിംസ് എന്നൊരാൾ പോളിനെ ചലഞ്ച് ചെയ്തു. എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് എന്നെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങളെ നമുക്കൊപ്പം കൂട്ടാമെന്ന് ജെയിംസ് പറഞ്ഞു. പോൾ വളരെ നിസ്സാരമായിട്ട് അയാളെ തോൽപ്പിച്ചു. അങ്ങനെ ജെസിക്കയെയും പോളിനെയും ഫ്രമൻസ് അവരുടെ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതോടെ ഒന്നാമത്തെ സിനിമ തീരുകയാണ്. അട്രഡീസുകളുടെ മൃതശരീരങ്ങളൊക്കെ കത്തിക്കുന്ന ദൃശ്യത്തോടെയാണ് ഡ്യൂൺ 2 തുടങ്ങുന്നത്. അട്രഡീസിലെ ആരും തന്നെ ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. ഹാർക്കുനൻസിന്റെ ലീഡറായ വ്ളാഡിമർ അട്രഡീസിനെ നശിപ്പിച്ച പേരിൽ തന്റെ അനന്തരവനായ റബാനെ പ്രശംസിച്ചു. എന്നിട്ട് പാരിതോഷികമായി അവനെ സ്പൈസ് പ്രൊഡക്ഷന്റെ മേലധികാരിയാക്കുകയും ചെയ്തു. മരുഭൂമിയിൽ പോളും കൂട്ടരും ഒരു കൂട്ടം ഹാർക്കുനൻ സോൾജേഴ്സ് വരുന്നത് കണ്ട് പെട്ടെന്ന് ഓടി ഒളിച്ചു. ഒരു മൃതശരീരത്തിനെ അവർ സോൾജേഴ്സ് വരുന്ന പാതയിലിട്ടിരുന്നു. അവർ ശരീരത്തിന് സമീപത്തെത്തിയതും ഒരു തമ്പറിന്റെ ശബ്ദം കേട്ടു. വളരെ ഭീമാകാരമായ ഒരുതരം വേംസ് ഉണ്ട്. ആ ഇരകളെ വിളിച്ചു വരുത്താൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് തമ്പർ. ശബ്ദം കേട്ടപ്പോൾ ഇത് കെണിയാണെന്ന് മനസ്സിലാക്കിയ സോൾജേഴ്സ് പെട്ടെന്ന് സമീപത്തുള്ള കുന്നിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നിട്ട് ദൂരെ വെച്ചിരുന്ന തമ്പറിനെ വെടിവെച്ച് തകർത്തു. പക്ഷെ ഉടൻ തന്നെ അവരെ അകലെ നിന്നും ഫ്രമൻസ് വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഒരു സോൾജർ പെട്ടെന്ന് താഴെ ഇറങ്ങി. പോൾ ഓടിച്ചെന്നൊരു വാളെടുത്ത് അയാളെ കൊന്നുകളഞ്ഞു. അവന്റെ പുറകെ വേറൊരു സോൾജറും വന്നു. അയാൾ പോളിനെ വെടിവെക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ജെസിക്ക പിന്നിലൂടെ പോയി അയാളെ തലക്കടിച്ചു കൊന്നു.
അങ്ങനെ സോൾജേഴ്സിനെ എല്ലാം തീർത്തിട്ട് അവരുടെ ശരീരങ്ങളിൽ നിന്നും ഫ്രമൻസ് വെള്ളം വേർതിരിച്ചെടുത്തു. ഈ വെള്ളമാണ് ഇനി അവർ കുടിക്കുന്നത്. ഉടനെ ജെസ്സിക്ക വോമിറ്റ് ചെയ്തു. ഡെഡ് ബോഡിയിൽ നിന്നും വെള്ളം എടുക്കുന്നത് കണ്ടപ്പോൾ വോമിറ്റ് ചെയ്തുവെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ പ്രഗ്നന്റ് ആണ്. മൃതശരീരങ്ങളെ ഒരിടത്ത് കൂട്ടിയിട്ട ശേഷം ഫ്രമൻസ് ഒരു വേമിനെ വിളിച്ചു വരുത്തി. അപ്പോൾ വേം വന്ന് ശരീരങ്ങളെ മുഴുവൻ വിഴുങ്ങി. അങ്ങനെ അവർ തെളിവുകളും നശിപ്പിച്ചു. ഈ സമയം ഫ്രമൻസ് നമ്മുടെ ഒരുപാട് സോൾജേഴ്സിനെ കൊല്ലുകയാണെന്ന് റബാനോട് ജനറൽ വന്ന് പറഞ്ഞു. ദേഷ്യം വന്ന റബാൻ അയാളെ പിടിച്ചിടിച്ചു. എന്നിട്ട് വെറും എല്ലികളുടെ മുന്നിൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അലറി. പോളും സംഘവും ഫ്രമൻസിന്റെ പട്ടണത്തിലെത്തി. ഒരു വലിയ പർവ്വതത്തിനുള്ളിലാണ് അവരുടെ പട്ടണം. സീറ്റ് സ്റ്റാബർ എന്നാണ് ഈ പട്ടണത്തിനെ പറയുന്നത്. പോളിനെയും ജെസ്സിക്കയെയും കൂടെ കൂട്ടിയത് പലർക്കും ഇഷ്ടമായിട്ടില്ല. എന്നാൽ അതേസമയം പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് പോളിനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവരൊക്കെ പോളിനെ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരാളാണ് ഈ പട്ടണത്തിന്റെ ലീഡറായ സ്റ്റിൽഗാർ. പോളാണ് നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള നമ്മുടെ പ്രവാചകനെന്ന് പറഞ്ഞ് സ്റ്റിൽഗാർ കൗൺസിലിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അവരത്ര കാര്യമായിട്ടെടുത്തില്ല. എങ്കിലും പൗളിനെയും ജെസ്സിക്കയെയും തൽക്കാലം അവരുടെ കൂടെ തന്നെ നിർത്താൻ തീരുമാനിച്ചു. അവർക്ക് ആഹാരമൊക്കെ നൽകി. അതിൽ സ്പൈസ് ഉണ്ടായിരുന്നതിനാൽ അത് കഴിച്ചപ്പോൾ പോൾ എന്തോ ഒരു സ്വപ്നം കണ്ടു. അത് വെറും ഒരു സ്വപ്നമല്ല, മറിച്ച് ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തിന്റെ ഒരു വിഷനാണ്. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. നേരത്തെ ചലഞ്ചിൽ പോൾ കൊന്ന ജെയിംസിന്റെ ശരീരത്തിൽ നിന്നും വെള്ളം വേർതിരിച്ചെടുത്ത ശേഷം ആ ജലത്തിനെ ഗുഹയിലുള്ള ഒരു വലിയ കായലിൽ ഒഴിച്ചു. ഇതുപോലെ ആയിരക്കണക്കിന് കായലുകൾ അറാക്കിസിൽ പലയിടങ്ങളിലായിട്ട് ഫ്രമൻസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ഒരിക്കൽ അറാക്കിസിനെ ടെറാഫോം ചെയ്ത് നല്ല പച്ചപ്പുള്ള ലോകമാക്കി മാറ്റാൻ ലിസാൻ അൽ ഗയീബ് വരുമെന്നും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ജലം ശേഖരിച്ചു വെച്ചിരിക്കുന്നതെന്നും സ്റ്റിൽഗാർ ജെസ്സിക്കയ്ക്ക് പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് ജെസ്സിക്ക ചോദിച്ചു. അവരുടെ റെവറൻ മദർ ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. റെവറൻ മദർ എന്നത് ഫ്രമൻസിന്റെ സ്പിരിച്വൽ ലീഡറാണ്. ഫ്രമൻസിന് മാത്രമല്ല ബെനെ ജെസററ്റിലും നിരവധി റെവറൻ മദേഴ്സ് ഉണ്ട്. എല്ലാവർക്കും റെവറൻ മദർ ആകാൻ കഴിയില്ല. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അപകടകരമായ ആചാരത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക റാങ്കാണ് റെവറൻ മദർ. ജെസ്സിക്ക പണ്ടൊരു ബെനെ ജെസറിറ്റ് ആയിരുന്നത് കൊണ്ട് അടുത്ത റെവറൻ മദർ ആകാനുള്ള യോഗ്യത അവൾക്കുണ്ട്. അത് മാത്രമല്ല പോളാണ് ലിസാൻ അൽ ഗയീബ് എന്ന് സ്റ്റിൽഗാർ ഇതിനോടകം വെച്ച് തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വിശ്വാസമനുസരിച്ച് അൽ ഗയീബിന്റെ അമ്മ ഫ്രമൻസിന്റെ റെവറൻ മദർ ആകണം. അതിനെ ജെസ്സിക്ക സമ്മതിച്ചില്ലെങ്കിൽ പോളിനെയും ജെസ്സിക്കയെയും അവർ കൊന്നുകളയും. വേറെ നിവർത്തിയില്ലാതെ അവൾ അത് സമ്മതിച്ചു. അങ്ങനെ അതിനുള്ള ക്രിയാക്രമങ്ങൾ തുടങ്ങി. അവളെ റെവറൻ മദറിന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് റെവറൻ മദർ അവൾക്കൊരു ഘോര വിഷം കുടിക്കാൻ കൊടുത്തു. വാട്ടർ ഓഫ് ലൈഫ് എന്നാണ് അതിനെ പറയുന്നത്. അത് വേമിന്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്നതാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് റെവറൻ മദർ ആകാനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ അവൾ മരണപ്പെടും. മറിച്ചാണെങ്കിൽ അവൾക്കൊന്നും തന്നെ സംഭവിക്കില്ലെന്ന് മാത്രമല്ല അവളുടെ ശക്തികളെല്ലാം കൂടുതൽ പവർഫുൾ ആകും. പൂർവികരുടെ ഓർമ്മകളും അറിവും എല്ലാം തന്നെ അവൾക്ക് ലഭിക്കും. അത് കുടിച്ചതും അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. വിഷം ഉള്ളിൽ കുഞ്ഞിന്റെ പക്കലേക്ക് പോകുന്നത് കാണാം. പെട്ടെന്ന് ജെസ്സിക്ക പ്രഗ്നന്റ് ആണെന്ന കാര്യം റെവറൻ മദറിന് മനസ്സിലായി. നമ്മൾ ചെയ്തത് തെറ്റായി പോയെന്ന് റെവറൻ മദർ വിചാരിച്ചു. പക്ഷേ ജെസ്സിക്ക വിഷത്തിനെ അതിജീവിച്ചു. കുഞ്ഞിനും ഒന്നും തന്നെ സംഭവിച്ചില്ല. അങ്ങനെ അവൾ പുതിയ റെവറൻ മദറായി. അത് കണ്ടപ്പോൾ സ്റ്റിൽഗാറിനും കൂട്ടർക്കും പ്രവചനത്തിൽ കൂടുതൽ വിശ്വാസമായി. പക്ഷേ വിശ്വാസികളല്ലാത്ത ഒരു കൂട്ടം പേര് ഇതെല്ലാം വെറും മണ്ടത്തരങ്ങളാണെന്നും അവരുടെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളാണ് ഇതെന്നും പറഞ്ഞ് വിശ്വാസികളുമായിട്ട് തർക്കിച്ചു. അതുപോലെ അങ്ങനെ ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കുമെന്നും പറഞ്ഞു. പോൾ രണ്ടു കൂട്ടരെയും തടഞ്ഞു. ഇത്തരം ഘോര വിഷയങ്ങളെ അതിജീവിക്കാനുള്ള ട്രെയിനിങ് ബെനെ ജെസറിറ്റുകൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അത്ഭുതവുമല്ല. ഞാൻ നിങ്ങളുടെ പ്രവാചകനുമല്ല. എനിക്ക് നിങ്ങളുടെ നേതാവാകാൻ യാതൊരു ഉദ്ദേശവുമില്ല. എന്റെ അച്ഛനെ കൊന്ന ഹാർക്കുണൻസിനെ ഇവിടെ നിന്നും തുരത്തണം. അതിന് നിങ്ങളിൽ ഒരാളായിട്ട് നിന്ന് പൊരുതാൻ എന്നെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ മാത്രം മതിയെന്ന് പോൾ എല്ലാവരോടും കൂടെ പറഞ്ഞു. അത് കേട്ടതും വിശ്വാസികൾക്ക് കൂടുതൽ അത്ഭുതമായി. കാരണം അൽ ഗയീബ് ഇങ്ങനെ തന്നെ പറയുമെന്നും അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് ജെസ്സിക്ക ഉണർന്നു. ഇപ്പോൾ കുഞ്ഞിന് ജെസ്സിക്കയോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. വേം വിഷം കുഞ്ഞിന് പല അമാനുഷിക കഴിവുകളും നൽകിയിരിക്കുകയാണ്. നീയും ആ വിഷം കുടിക്കണം, എങ്കിൽ നിന്റെ മനസ്സ് തുറക്കപ്പെടുമെന്ന് ജെസ്സിക്ക പോളിനോട് പറഞ്ഞു. ശേഷം സ്റ്റിൽഗാർ പോളിനെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി. മരുഭൂമിയിൽ ഒരുപാട് ദൂരെയുള്ള ഒരു പോയിന്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ നീ പഠിക്കണമെന്നും അതിനുവേണ്ടി നീ അവിടെ പോയിട്ട് തിരികെ വരണമെന്നും സ്റ്റിൽഗാർ പറഞ്ഞു. എന്നിട്ടൊരു ബാഗും കൊടുത്തു. അതിൽ അവൻ ആവശ്യത്തിനുള്ള ആഹാരമുണ്ട്. അവൻ വളരെ ശ്രദ്ധാപൂർവം മരുഭൂമിയിലൂടെ നടന്നു. അവന്റെ പിന്നാലെ ചാനിയും ഉണ്ടായിരുന്നു. അവൻ സ്നേഹിക്കുന്ന ഒരു ഫ്രമൻ പെണ്ണാണ് ചാനി. മരുഭൂമിയിൽ അതിജീവിക്കുന്നതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും യാത്രക്കിടയിൽ അവൾ പോളിന് പറഞ്ഞുകൊടുത്തു.
ഈ സമയം പട്ടണത്തിൽ ജെസിക്ക കുഞ്ഞിനോട് സംസാരിക്കുകയായിരുന്നു. വിശ്വാസമില്ലാത്തവരെയും കൂടെ നമുക്കൊപ്പം ചേർക്കണമെന്നാണ് കുഞ്ഞ് ജെസിക്കയോട് പറയുന്നത്. ഒരു ദിവസം ഹാർക്കുനൻസ് സ്പൈസ് ഖനനം ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഫ്രമൻസ് ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഖനനം ചെയ്യാൻ ഹാർവെസ്റ്റർ എന്ന വലിയൊരു യന്ത്രവുമായി അവിടെ കുറെ ഹാർക്കുനൻ സോൾജിയേഴ്സ് വന്നു. ഫ്രമൻസ് പെട്ടെന്ന് സോൾജിയേഴ്സിനെ ആക്രമിച്ചു. കുറെ സോൾജിയേഴ്സിനെ അവർ കൊന്നുകളഞ്ഞു. സോൾജിയേഴ്സിന്റെ പക്കൽ ഒരു ഹെലികോപ്റ്ററുമുണ്ട്. ഹെലികോപ്റ്റർ ഫ്രമൻസിനെ വെടിവെക്കാൻ തുടങ്ങി. ഫ്രമൻസ് എല്ലാം ഹാർവെസ്റ്ററിന്റെ അടിയിൽ മറഞ്ഞിരുന്നു. ഹെലികോപ്റ്ററിന് ചുറ്റും ഒരു ഷീൽഡ് ഉള്ളതിനാൽ ഇവർക്കതിനെ തിരിച്ചാക്രമിക്കാൻ കഴിയില്ല. എന്നാൽ വെടിയുതിർക്കുന്ന ചെറിയൊരു ഇടവേളയിൽ ഹെലികോപ്റ്ററിന്റെ ഷീൽഡ് ഓഫ് ആകും. അതുകൊണ്ട് പോൾ വളരെ വേഗം പുറത്തേക്കോടി. അപ്പോൾ ഹെലികോപ്റ്റർ പോളിനെ വെടിവെച്ചു. ആ തക്കം നോക്കി ചാനി ഒരു മിസൈൽ അയച്ച് ഹെലികോപ്റ്ററിനെ തകർത്തു. എന്നിട്ട് ലേസർ ഗൺസ് ഉപയോഗിച്ച് എല്ലാവരും കൂടെ ഹാർവെസ്റ്ററിനെയും തകർത്തു കളഞ്ഞു. അന്ന് രാത്രി അവരുടെ ചെറിയ വിജയം ആഘോഷിക്കുകയായിരുന്നു. ആഘോഷത്തിനിടയിൽ എങ്ങനെയാണ് നീ ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പഠിച്ചതെന്ന് ചാനി പോളിനോട് ചോദിച്ചു. അതിന്റെ പഴയ മാസ്റ്റേഴ്സ് ആണ് പഠിപ്പിച്ചതെന്ന് പോൾ പറഞ്ഞു. അവരെയെല്ലാം ഹാർക്കുനൻസ് കൊന്നുകളഞ്ഞു. നിങ്ങൾ പല പതിറ്റാണ്ടുകളായിട്ട് ഹാർക്കുനൻസിനെതിരെ പൊരുതുകയാണ്. എന്നാൽ അട്രിഡീസ് പല നൂറ്റാണ്ടുകളായിട്ട് പൊരുതുന്നുണ്ട്. ഇനി എന്നും ഞാൻ നിങ്ങൾക്കൊപ്പം നിന്ന് പൊരുതുമെന്നും ഒരുപക്ഷെ അങ്ങനെ പൊരുതുന്നതിനിടയിൽ ഞാനും നിങ്ങളുമൊക്കെ കൊല്ലപ്പെടുമെന്നും ആവേശത്തോടെ പോൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ പോളിനെ എല്ലാവരും ഒരു ഫ്രമനായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് അവൻ ഒരു യുദ്ധവീരന്റെ പേരും നൽകി. മുഅദ്ദിബ് ഹുസുൽ എന്നാണ് ഇനി നിന്റെ യുദ്ധ പേരെന്ന് സ്റ്റിൽഗാർ പറഞ്ഞു. അടുത്ത ദിവസം സ്റ്റിൽഗാർ ഒരു വേമിന്റെ പുറത്തു കയറി സവാരി ചെയ്യുന്നത് പോൾ ദൂരെ നിന്നും കാണുകയായിരുന്നു. ഇനി ഞാനൊരു അട്രിഡീസ് അല്ല ഫ്രമൻ ആണെന്നും പറഞ്ഞ് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന അട്രിഡീസ് ഡ്യൂക്കിന്റെ മോതിരം അവൻ ഊരിവെച്ചു. കുറച്ചു കഴിഞ്ഞ് അവന്റെ പക്കൽ ചാനി വന്നു. നിങ്ങളുടെ ഗ്രഹത്തിൽ ആകാശത്തിൽ നിന്നും ജലം പൊഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരി തന്നെയാണോ എന്ന് ചാനി പോളിനോട് ചോദിച്ചു. അത് ശരിയാണെന്നും ജലം കൊണ്ടുള്ള വലിയ സമുദ്രം പോലും ഉണ്ടായിരുന്നുവെന്നും അതിൽ നമുക്ക് മുങ്ങി നീന്താൻ കഴിയുമെന്നുമൊക്കെ പോൾ പറഞ്ഞുകൊടുത്തു. അതൊക്കെ കേട്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. അടുത്ത കുറെ മാസങ്ങൾ അവർ മരുഭൂമികളിലൂടെ നടന്ന് കഴിയുന്നത്ര ഹാർവെസ്റ്റേഴ്സിനെ നശിപ്പിച്ചു. അത് കാരണം ഹാർക്കുനൻസിന് വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ദേഷ്യം വന്ന വ്ളാഡിമർ റബ്ബാനെ വിളിച്ചു വരുത്തി തെറി പറഞ്ഞു. നീ ഇനിയും കൂടുതൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നാൽ സ്പൈസ് ഖനനത്തിന്റെ ചുമതല ചക്രവർത്തി നമ്മുടെ പക്കൽ നിന്നും എടുത്തു മാറ്റുമെന്ന് റബ്ബാന് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങളെല്ലാം നീ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവനെ വ്ളാഡിമർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ദിവസം എന്തോ സ്വപ്നം കണ്ട് പോൾ ഞെട്ടിയുണർന്നു. ഇതിപ്പോൾ പതിവായിരിക്കുകയാണ്. അവൻ ആരെയോ പിന്തുടരുന്നതും അവൻ കാരണം ദശലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടുന്നതുമാണ് അവൻ സ്വപ്നം കാണുന്നത്. പക്ഷെ ഒന്നും അത്ര വ്യക്തമല്ല. സ്ഥിരമായിട്ട് സ്പൈസ് നിന്റെ ഉള്ളിൽ പോകുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്നതെന്ന് ചാനി പറഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്നാണ് അവൻ ആദ്യമായി സ്വന്തമായിട്ടൊരു വേമിന്റെ മുകളിൽ സവാരി ചെയ്യാൻ പോകുന്നത്. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും ടെൻഷനുണ്ട്. ബാക്കി ഫ്രമൻസിൽ നിന്നും കുറച്ചകലെ പോയ ശേഷം അവൻ തമ്പർ ഉപയോഗിച്ചൊരു വേമിനെ വിളിച്ചു വരുത്തി. അപ്പോൾ പതിവിലും വലിയൊരു വേം വന്നു. പക്ഷെ അവന് പേടിയൊന്നുമില്ല. അവൻ വേമിന്റെ പുറത്ത് ചാടി വീണു. എന്നിട്ട് ഹൂക്കുകൾ ഉപയോഗിച്ച് വേമിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും ആഹ്ലാദിച്ചു. ഇതൊരു ഇന്ത്യൻ സിനിമയായിരുന്നെങ്കിൽ ഈ സീനിന് മുന്നേ മറ്റൊരു സീൻ ഉണ്ടാകുമായിരുന്നു. അതായത് അവന്റെ അമ്മ വളരെ കൂളായിട്ട് നടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ അമ്മേ എന്ന് ആരെങ്കിലും വന്ന് ചോദിക്കും. അപ്പോൾ ജെസിക്ക പറയും, എനിക്കെന്റെ മകനെക്കുറിച്ച് ഭയമില്ല, എന്നാൽ ഞാൻ ഭയക്കുന്നത് ആ വേമിനെ കുറിച്ചാണ്. എനിവേ, അവൻ വേമിനെ ഓടിക്കുന്നത് കണ്ട് വിശ്വാസികളെല്ലാം വണങ്ങി നിന്നു. ഇപ്പോൾ നോർത്തിലുള്ള ഫ്രമൻസ് എല്ലാം പോളിനെ വിശ്വസിക്കാൻ തുടങ്ങി. അത് തിരിച്ചറിഞ്ഞ ജെസിക്ക ഇനി സൗത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സൗത്തിലും ദശലക്ഷക്കണക്കിന് ഫ്രമൻസ് ജീവിക്കുന്നുണ്ട്. അവരെയും കൂടെ പോളിന്റെ പക്കലാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു പടയാകും. പിന്നെ എളുപ്പത്തിൽ ഹാർക്കുനൻസിനെ അറാക്കിസിൽ നിന്നും തുരത്താം. ഇതാണ് ജെസിക്കയുടെ പ്ലാൻ. അങ്ങനെ അവൾ സൗത്തിലേക്ക് പോയി. ജെസിക്ക പോകുന്ന സമയത്തിൽ പോളിന് വീണ്ടും ഒരു വിഷൻ ഉണ്ടായി. അതിൽ നേരത്തെ ആരെയോ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടത് യഥാർത്ഥത്തിൽ ജെസിക്കയെ ആയിരുന്നു. ഒരു ദിവസം ഹാർക്കുനൻസിന്റെ ഒരു സ്പൈസ് ശേഖരണത്തിനെ ഫ്രമൻസ് തകർത്തു കളഞ്ഞു. ഹാർക്കുനൻസിന്റെ 80% സ്പൈസും അതിൽ നഷ്ടമായി. ദേഷ്യം വന്ന റബാൻ ഫ്രമൻസിനെ എല്ലാം കൊന്നുകളയണമെന്ന് തീരുമാനിച്ച് ഫ്രമൻസിനെ കണ്ടുപിടിക്കാൻ കുറെ സോൾജിയേഴ്സിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. അവിടെ ഒരു വലിയ പർവ്വതത്തിൽ ജീവന്റെ എന്തോ അടയാളം കണ്ടു. അത് ഫ്രമൻസ് തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ റബ്ബാൻ പർവ്വതത്തിലേക്ക് വെടിയുതിർക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അവർ ചറ പറന്ന് വെടിവെച്ചു. അവിടെ മൊത്തം പൊടികൾ കൊണ്ട് നിറഞ്ഞു. റബ്ബാനും കുറെ സോൾജിയേഴ്സും ഹെലികോപ്റ്ററുകളിൽ നിന്നും പുറത്തിറങ്ങി ചുറ്റും വീക്ഷിച്ചു. പക്ഷെ മറഞ്ഞിരുന്ന ഫ്രമൻസ് പൊടികൾക്കിടയിലൂടെ വന്ന് സോൾജിയേഴ്സിനെ ഓരോരുത്തരെയായിട്ട് വകവരുത്താൻ തുടങ്ങി. പണിപാളി എന്ന് മനസ്സിലായ റബ്ബാനും സോൾജിയേഴ്സും പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടു. ഫ്രമൻസ് ശക്തി പ്രാപിക്കുന്നുണ്ടെന്ന വിവരമറിഞ്ഞ എംപറർ തന്റെ മകൾ ഫ്ലോറൻസിനോട് ഉപദേശം തേടി.
ഫ്രമൻസും ഹാർക്കോനൻസും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ യുദ്ധമാകുന്നതുവരെ കാത്തിരിക്കണം. എന്നിട്ട് യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് ഫ്രമൻസിനെ രക്ഷിക്കാൻ വന്ന ദൈവത്തിനെ പോലെ ചക്രവർത്തി അവർക്ക് മുന്നിലെത്തണം. ഫ്രമൻസിനെ നിയന്ത്രിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന് ഫ്ലോറൻസ് പറഞ്ഞു. ശേഷം ഹെലൻ എന്ന റവറൻ മദറിനോട് ഫ്രമൻസിന്റെ പുതിയ പ്രവാചകൻ ഒരുപക്ഷെ പോൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചു. അതേ സംശയം ഹെലനുമുണ്ട്. പക്ഷെ ഇത് തൽക്കാലം വേറെ ആരോടും പറയരുതെന്ന് ഹെലൻ താക്കീത് നൽകി. കാരണം പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവന് സത്യാവസ്ഥകളൊക്കെ അറിയാമായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ എംപററാണ് അട്രോഡീസ് ഹൗസിനെ തകർക്കാൻ ഹാർക്കോനൻ ഹൗസിനോട് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഡ്യൂക്കിനെ, അതായത് പോളിന്റെ അച്ഛനെ അറാക്കിസിൽ എത്തിച്ചത്. അട്രോഡീസ് ഹൗസ് വളരെയധികം ശക്തി പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇവരെ കൂടുതൽ വളരാൻ വിട്ടാൽ ഒരുപക്ഷെ ഭാവിയിൽ ഇവർ എംപററിനെ വെല്ലുവിളിക്കാനും മടിക്കില്ല. അങ്ങനെ ഭയന്നിട്ടാണ് അവരെ തകർക്കാൻ എംപറർ തീരുമാനിച്ചത്. അങ്ങനെ എംപററിന്റെ സ്വന്തം പടയാളികളെയാണ് അട്രോഡീസിനെ നശിപ്പിക്കാൻ എംപറർ ഹാർക്കോനന് കൊടുത്തത്. ഇത് ഇംപീരിയത്തിന്റെ നിയമത്തിൽ വളരെ വലിയൊരു കുറ്റമാണ്. ഈ വിവരം മറ്റ് ഹൗസസ് അറിഞ്ഞാൽ ഒരുപക്ഷെ അവരെല്ലാം പോളിന്റെ കൂടെ നിൽക്കുകയും എംപററിനെ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. എന്തായാലും അറാക്കിസിനെ കീഴടക്കാൻ റബാന്റെ അനിയൻ ഫെയ്ഡ് റൌത്തയെ പറഞ്ഞയക്കാനാണ് നിലവിൽ ഹെലൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തു കാണിക്കുന്നത് ഫെയ്ഡിന്റെ ദൃശ്യമാണ്. അവനൊരു ഫൈറ്റിനു വേണ്ടി തയ്യാറാവുകയായിരുന്നു. അവന് വേണ്ടി നിർമ്മിച്ച പുതിയൊരു കത്തി ഒരു വേലക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തു. അതുടനെ തന്നെ ഫെയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. 2 ദാസികളെ അവൻ കത്തി കൊണ്ട് കൊന്നു. എന്നിട്ട് കത്തിക്ക് മൂർച്ച പോരാ എന്ന് കുറ്റവും പറഞ്ഞു. ശേഷം ഫെയ്ഡ് പോർക്കളത്തിലേക്ക് പോയി. അട്രോഡീസ് ഹൗസിലെ 3 അടിമകളാണ് ഫെയ്ഡിന്റെ എതിരാളികൾ. 2 പേരുടെ ശരീരത്തിൽ നേരത്തെ തന്നെ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചിരുന്നു. അത് കാരണം ആ 2 പേരെയും ഫെയ്ഡ് നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു. എന്നാൽ 3-ാമത്തെയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നില്ല. വ്ളാഡിമറാണ് അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. തന്നെ ചതിക്കാൻ വേണ്ടി വ്ളാഡിമറാണിത് ചെയ്തതെന്ന് തോന്നിയതും ഫെയ്ഡ് തന്റെ ഷീൽഡ് പോലും എടുത്തു കളഞ്ഞു. എന്നിട്ട് 3-ാമത്തെയാളെയും തന്റെ കഴിവുകൾ ഉപയോഗിച്ച് അനായാസം കൊന്നു. ഫൈറ്റ് കഴിഞ്ഞ് നേരെ അവൻ വ്ളാഡിമറിനെ കാണാൻ പോയി. ഇത് നീ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഫെയ്ഡ് വ്ളാഡിമറിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ നിന്നെ ഞാൻ അറാക്കേസിലേക്ക് അയക്കാൻ തീരുമാനിച്ചുവെന്നും അതിനുവേണ്ടി നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണെന്നും വ്ളാഡിമർ പറഞ്ഞു. അതോടൊപ്പം എനിക്ക് നീ അറാക്കിസിനെ സ്വന്തമാക്കി തന്നാൽ ഞാൻ നിന്നെ എംപറർ ആക്കാമെന്നും വ്ളാഡിമർ വാക്കുകൊടുത്തു. അതെങ്ങനെ നിനക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അട്രോഡീസിനെ നശിപ്പിക്കാൻ എംപറർ പദ്ധതിയിട്ടതും അതിനുവേണ്ടി എംപററിന്റെ പടയാളികളെ തന്ന കാര്യവും വ്ളാഡിമർ ഫെയ്ഡിനോട് പറഞ്ഞു. ഇനി ഈ കാര്യം മറ്റ് ഹൗസസ് അറിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും കൂടെ ചേർന്ന് എംപററിനെ താഴെയിറക്കും. ഏറ്റവും ശക്തമായ ഹൗസ് ഹാർക്കോനനാണ്. അപ്പോൾ അടുത്ത എംപറർ പിന്നെ ഞാൻ തീരുമാനിക്കുന്നയാളായിരിക്കുമെന്ന് വ്ളാഡിമർ മറുപടി നൽകി. അന്ന് രാത്രി മാർഗറ്റ് എന്നൊരു ബെനെ ജെസറെറ്റ് ഫെയ്ഡിനെ കാണാൻ വന്നു. അവൾ അവന്റെ സ്വഭാവം മുഴുവൻ മനസ്സിലാക്കിയെടുത്തു. അടുത്ത ദിവസം അവൾ ഹെലന്റെ പക്കൽ ചെന്ന് അവൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. ഇനി ഒരുപക്ഷെ അറാക്കിസിനെ ഫെയ്ഡ് കീഴടക്കുകയാണെങ്കിൽ അവനെ നിയന്ത്രിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങൾ വേണമെന്ന് കരുതി ഹെലനാണ് മാർഗറ്റിനെ പറഞ്ഞയച്ചത്. ഈ സമയം വ്ളാഡിമർ ഫെയ്ഡിനെ അറാക്കിസിന്റെ പുതിയ ഗവർണറായിട്ട് തിരഞ്ഞെടുത്തു. അറാക്കിസിലെ മരുഭൂമിയിൽ കുറച്ച് സ്മഗ്ലേഴ്സ് സ്പൈസ് ഖനനം ചെയ്യാൻ ഒരു ഹാർവസ്റ്ററുമായി വന്നു. അവർ വന്ന് ലാൻഡ് ചെയ്തതും ഫ്രമൻസ് അവരെ ആക്രമിച്ചു. പക്ഷെ അതിലൊരാളെ കണ്ടതും പെട്ടെന്ന് പോൾ ആക്രമണം നിർത്താൻ പറഞ്ഞു. അത് പണ്ട് അട്രോഡീസിന്റെ സേനാധിപതിയായിരുന്ന ഗർണി ഹാലക് ആയിരുന്നു. പോളിനെ തിരിച്ചറിഞ്ഞതും പെട്ടെന്ന് ഹാലക് അവനെ കെട്ടിപ്പിടിച്ചു. ശേഷം ഹാലക്കും അവന്റെ ആൾക്കാരും പോളിന്റെ ഒപ്പം കൂടി. ഫ്രമൻസ് പോളിനെ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ വിചാരിച്ചാൽ ഈ ഫ്രമൻസിനെയൊക്കെ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ കഴിയുമെന്നും അവരെ ഉപയോഗിച്ച് നമുക്ക് ഹാർക്കോനൻസിനെതിരെ റിവെഞ്ച് എടുക്കാമെന്നും ഹാലക് പോളിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ അവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് അവസാനം വലിയൊരു യുദ്ധത്തിന് വഴിയൊരുക്കും. ആ യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടും. അങ്ങനൊരു വിഷൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പോൾ മറുപടി നൽകി. അങ്ങനെയെങ്കിൽ ഫ്രമൻസിനെ സഹായിക്കാൻ ഹാലക്കിന്റെ കയ്യിൽ മറ്റൊരു മാർഗമുണ്ടായിരുന്നു. എല്ലാ ഹൗസുകൾക്കും വലിയ ആണവായുധ ശേഖരണം ഉണ്ടായിരിക്കും. അട്രോഡീസിനും അതുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് പോൾ കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം പോളിന്റെ അച്ഛൻ അറാക്കിസിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെവിടെയാണെന്ന് ഹാലക്കിനറിയാം. അതൊക്കെ കിട്ടിയാൽ ഹാർക്കോനൻസിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാകും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹാലക്ക് പോളിനെയും കൂട്ടരെയും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗുഹയിലേക്ക് കൊണ്ടുപോയി. പോളിന്റെ DNA ഉപയോഗിച്ച് മാത്രമേ ആ ഗുഹയുടെ വാതിൽ തുറക്കാൻ കഴിയൂ. അങ്ങനെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ 92 ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ഈ സമയം സൗത്തിലെത്തിയ ജെസിക്ക അൽ ഗയീബിനെ കുറിച്ചുള്ള വാർത്തകളും വിശ്വാസങ്ങളുമെല്ലാം സൗത്ത് മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനെ പതിയെ പതിയെ എല്ലാവരുടെയും മനസ്സിൽ അവൾ പോളിനെ ഒരു ദൈവമാക്കി മാറ്റി. ഒരു ദിവസം അവൾ വാട്ടർ ഓഫ് ലൈഫ് ഉണ്ടാക്കുന്ന സ്ത്രീയെ കാണാൻ പോയി. എങ്ങനെയാണ് വിഷമെടുക്കുന്നതെന്ന് അവൾ ജെസിക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. ഒരു ചെറിയ വേമിനെ വിളിച്ചു വരുത്തിയ ശേഷം അതിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ട്യൂബ് ഇട്ട് ആ ട്യൂബിലൂടെയാണ് വിഷം പുറത്തെടുക്കുന്നത്.
അധികം വൈകാതെ ഒരു മനുഷ്യൻ ഇവിടെ വരുമെന്നും അവന് നീ ഇത് കൊടുക്കണമെന്നും ജെസ്സിക്ക പറഞ്ഞു. പക്ഷേ ആണുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ഈ വിഷയത്തിനെ അതിജീവിക്കാൻ ആണുങ്ങൾക്ക് കഴിയില്ല. പക്ഷെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് ജെസ്സിക്ക ആജ്ഞാപിച്ചു. അവളുടെ മൈൻഡ് കൺട്രോളിംഗ് ശബ്ദം ഉപയോഗിച്ചാണ് അവൾ അത് പറഞ്ഞത്. അത് കേട്ടാൽ ആർക്കും അത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. അടുത്ത ദിവസം രാവിലെ എന്തോ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്ന ശബ്ദം കേട്ടാണ് പോളും കൂട്ടരും ഉണരുന്നത്. അത് അകലെ സേജ് ടാബർ പട്ടണത്തെ ഫെയ്ഡ് അയച്ച വാർഷിപ്പുകൾ മിസൈൽ അയച്ച് തകർക്കുന്ന ശബ്ദമായിരുന്നു. മിസൈലുകളെല്ലാം തീർന്നപ്പോൾ വാർഷിപ്പ് തിരികെ പോയി. പെട്ടെന്ന് തന്നെ പോളും കൂട്ടരും അവിടെ എത്തി. ഒരുപാട് ഫ്രമൻസ് കൊല്ലപ്പെട്ടിരുന്നു. സ്റ്റിൽഗാറിനും പരിക്കു പറ്റിയിട്ടുണ്ട്. എല്ലാവരും മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്ന സമയത്തിൽ ഹാർക്കുണൻസിനെതിരെയുള്ള യുദ്ധത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സൗത്തിൽ എല്ലാ ഫ്രെമൻ ലീഡേഴ്സിനെയും വിളിച്ചു കൂട്ടുകയാണെന്ന വിവരം കിട്ടി. എനിക്ക് പകരം നീയാണ് അവിടെ സംസാരിക്കേണ്ടതെന്ന് സ്റ്റിൽഗാർ പോളിനോട് പറഞ്ഞു. പക്ഷെ ആദ്യം അത് പോൾ സമ്മതിച്ചില്ല. കാരണം സൗത്തിലേക്ക് പോയാൽ അവന്റെ വിഷനിൽ കണ്ട കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. ദശലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടും. അതുകൊണ്ട് അവൻ വിസമ്മതിച്ചു. എന്നാൽ ഇവിടെയുള്ള ഫ്രെമൻസ് എല്ലാം അവനെ ലീഡറിനെ പോലെയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇനിയും അധികം വൈകാതെ ഫെയ്ഡ് ഇവിടെ വലിയൊരു പടയുമായിട്ടെത്തും. അതുകൊണ്ട് അവന് പോയേ മതിയാകൂ. എങ്കിലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാം, എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പോൾ പറഞ്ഞു. അവസാനം ചാനി വന്ന് സംസാരിച്ചപ്പോഴാണ് അവൻ സൗത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ എല്ലാവരും കൂടെ കുറെ വേംസിനെ വിളിച്ചു വരുത്തി അതിൽ കയറി സൗത്തിലേക്ക് യാത്രയായി. അവർ പോയ ശേഷമാണ് ഫെയ്ഡ് സേജ് ടാബറിലെത്തിയത്. അവിടെ ചാനിയുടെ ഒരു ഫ്രണ്ടിനെ സോൾജിയേഴ്സ് പിടികൂടിയിരുന്നു. വേറെ ഒരു ഫ്രമനും അവിടെയില്ല. എല്ലാവരും കൂടി സൗത്തിലേക്ക് പോയി കാണുമെന്ന് ഫെയ്ഡ് ഊഹിച്ചു. ഇവളെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളെ കൊന്നുകളഞ്ഞു. പോൾ സൗത്തിലെത്തിയപ്പോൾ ജെസ്സിക്ക പറഞ്ഞതുപോലെ വാട്ടർ ഓഫ് ലൈഫ് നിർമ്മിക്കുന്ന സ്ത്രീയുടെ പക്കൽ പോയി. ഇത് കുടിച്ചാൽ നീ മരിക്കുമെന്ന് അവൾ വാർണിംഗ് കൊടുത്തു. എങ്കിലും അവൻ അത് കുടിച്ചു. അപ്പോൾ അവൻ ഒരു വിഷൻ കണ്ടു. ഭാവിയിൽ അവന്റെ സഹോദരി അറാക്കിസിലെ ഒരു ബീച്ചിൽ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. നമ്മുടെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാമെന്ന് അവൾ പോളിനോട് പറഞ്ഞു. ജെസ്സിക്കയും മറ്റുള്ളവരുമൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും അവൻ വിഷം ബാധിച്ച് മരണപ്പെട്ടതുപോലത്തെ അവസ്ഥയിലായിരുന്നു. അത് കണ്ടപ്പോൾ ചാനി ജെസ്സിക്കയോട് ദേഷ്യപ്പെട്ടു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും അവൻ ഉണർന്നു. അവന് വേറെ ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നിയതും അവന്റെ ചെപ്പാക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ദേഷ്യത്തിൽ ചാനി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ശേഷം പോളും ജെസ്സിക്കയും സംസാരിച്ചു. അവനിപ്പോൾ റെവറൻ മദറിനേക്കാൾ അത്യധികം ശക്തി ലഭിച്ചിരിക്കുകയാണ്. പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം അവന് കാണാൻ കഴിയും. നമുക്ക് ചുറ്റും നമ്മുടെ ശത്രുക്കളെല്ലാം അണിനിരക്കുമെന്നും അവർ ജയിക്കാൻ പല സാധ്യതകളും ഉണ്ടെങ്കിലും ആ സാധ്യതകളെയെല്ലാം ഇല്ലാതാക്കാൻ ഞാനൊരു വഴി കാണുന്നുണ്ടെന്നും പോൾ ജെസ്സിക്കയോട് പറഞ്ഞു. അതോടൊപ്പം അവന് ഫാമിലിയുടെ ഒരു രഹസ്യവും അറിയാം. യഥാർത്ഥത്തിൽ ജെസ്സിക്ക വ്ളാഡിമറിന്റെ മകളാണ്. ഈ സത്യം ജെസ്സിക്കയ്ക്ക് പോലും വിഷം കുടിക്കുന്നതിന് മുന്നേ അറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ പോളും ജെസ്സിക്കയും ശരിക്കും ഹാർക്കുനൻസ് ആണ്. എന്നാൽ പിന്നെ ഇനി നമ്മൾ ഹാർക്കുനൻസിനെ പോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഈ യുദ്ധത്തെ നമ്മൾ അതിജീവിക്കുമെന്നും പോൾ ജെസ്സിക്കയോട് പറഞ്ഞു. ഇനി അവൻ പണ്ടത്തെ പോലെ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശേഷം എല്ലാവരും കൂടെ യുദ്ധത്തിനുള്ള മീറ്റിംഗിലേക്ക് പോയി. പോൾ കയറി വന്നതും ഇവിടെ ലീഡേഴ്സിന് മാത്രമേ സംസാരിക്കാനുള്ള അനുമതിയുള്ളൂവെന്നും താങ്കൾ സ്റ്റിൽഗാറിനെ കൊന്ന ശേഷം അവന്റെ അധികാരം ഏറ്റെടുക്കണമെന്നും വളരെ ബഹുമാനത്തോടെ ഒരാൾ എണീറ്റ് പോളിനോട് പറഞ്ഞു. എന്നാൽ എന്റെ മാസ്റ്ററിനെ ഞാൻ കൊല്ലില്ലെന്ന് പറഞ്ഞവൻ അയാളോട് ദേഷ്യപ്പെട്ടു. അവൻ ദേഷ്യപ്പെടുന്നത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് സ്റ്റിൽഗാർ പറഞ്ഞു. എന്നാൽ ഇനി ഞാനാണ് വഴി കാണിക്കുന്നതെന്നും ഞാനാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നതെന്നും പോൾ ഉറക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇപ്പോൾ എന്നെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഇല്ല എന്നും പോൾ അലറി. അത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടെയും അത്ഭുതത്തോടെയും ചാടി എണീറ്റു. എന്നാൽ ഓരോരുത്തരുടെയും പാസ്റ്റിൽ നടന്ന അവർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ പോൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അവനെ വണങ്ങി. ഇവൻ തന്നെയാണ് നമ്മെ രക്ഷിക്കാൻ വന്ന ലിസാൻ അൽ ഗയീബ് എന്ന് എല്ലാവരും പൂർണ്ണമായും വിശ്വസിച്ചു. നമ്മുടെ ഭാവിയിൽ എന്താണ് നീ കാണുന്നതെന്ന് പോളിനോട് സ്റ്റിൽഗാർ ചോദിച്ചു. അപ്പോൾ ഞാനൊരു പച്ച സ്വർഗമാണ് കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അവസാനം നേരത്തെ ഊരിവെച്ച മോതിരം എടുത്തിട്ട ശേഷം ഇനി ഞാനാണ് അറാക്കിസിന്റെ ഡ്യൂക്ക് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിട്ട് അവൻ എംപററിന് ഒരു സന്ദേശവും അയച്ചു. അതിൽ അവൻ എംപററിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ എംപറർ ശരിക്കും ഞെട്ടിപ്പോയി. ശേഷം ഹെലനുമായിട്ട് ഫ്ലോറൻസ് സംസാരിച്ചു. അട്രോഡീസ് വളരുന്നത് കണ്ട് ഭയന്ന് ഹെലൻ പറഞ്ഞിട്ടാണ് എംപറർ അവരെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചതെന്ന കാര്യം അവരുടെ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. എങ്ങനെയൊക്കെ നോക്കിയാലും നിന്റെ അച്ഛൻ ഈ യുദ്ധത്തിൽ തോൽക്കുമെന്നും അച്ഛന്റെ ബ്ലഡ് ലൈനിനെ അധികാരത്തിൽ തന്നെ നിലനിർത്താൻ ഇനി ആകെ പോളിനെ വിവാഹം കഴിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു വഴിയെന്നും ഹെലൻ ഫ്ലോറൻസിന് പറഞ്ഞുകൊടുത്തു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എംപറർ അറാക്കിസിലെത്തി. അവർ വരുന്നത് കണ്ടയുടൻ എംപറർ യുദ്ധം ചെയ്യാൻ വന്ന വിവരം എല്ലാ ഹൗസസിനെയും അറിയിക്കാൻ വ്ളാഡിമർ നിർദ്ദേശിച്ചു.
എംപറർ വരുന്നത് ഫ്രമൻസും കണ്ടിരുന്നു. അവർ പെട്ടെന്ന് തന്നെ യുദ്ധത്തിന്റെ പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. എംപററിനെ എനിക്ക് ജീവനോടെ വേണമെന്ന് പോൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. ഈ സമയം എംപറർ വന്ന് വ്ളാഡിമിറിനെയും അവന്റെ അനന്തരവന്മാരെയും ചോദ്യം ചെയ്തു. സൗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എംപറർ ചോദിച്ചു. പക്ഷേ സൗത്തിനെ കുറിച്ച് വ്ളാഡിമിറിനും കൂട്ടർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഫ്രമൻസിന്റെ പുതിയ പ്രവാചകൻ ശരിക്കും പോൾ ആണെന്ന് പോലും അവർക്കറിയില്ല. പെട്ടെന്ന് പോളിന്റെ നേതൃത്വത്തിൽ ഫ്രമൻസ് എംപററിന്റെ ബേസിനെ ആക്രമിച്ചു. ആദ്യം ഒരു വശത്തിൽ നിന്നും ന്യൂക്ലിയർ വാർഹെഡ്സ് ഉപയോഗിച്ച് ആക്രമിച്ചു. ശേഷം മറുവശത്തിൽ നിന്നും ഒരു കൂട്ടം വേംസിനെ കൊണ്ടുവന്ന് എംപററിന്റെ ആർമിയെ നല്ലൊരു ശതമാനവും ഉഴുതുമറിച്ചു. അത് കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊരു വശത്തിൽ നിന്നും മുഴുവൻ ഫ്രമൻസും ബേസിനെ ആക്രമിച്ചു. ഇത്രയും വലിയൊരു പടയ്ക്ക് മുന്നിൽ എംപററിന്റെ ആർമിക്ക് പിടിച്ചു നിൽക്കാനായില്ല. വളരെ നിസ്സാരമായിട്ട് തന്നെ ഫ്രമൻസ് ബേസിനെ കീഴടക്കി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എംപററിന്റെ ചാമ്പറിലേക്ക് വാതിലുകൾ തകർത്തുകൊണ്ട് പോൾ കയറി വന്നു. അവൻ നേരെ വന്ന് ആദ്യം വ്ളാഡിമിറിന്റെ പക്കൽ പോയി. അവനെ നോക്കി അപ്പൂപ്പ എന്ന് വിളിച്ച ശേഷം അവനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് തന്റെ ഫ്രമൻ പടയാളികളോട് എംപററിന്റെ കാവൽക്കാരെയെല്ലാം കൊന്നുകളഞ്ഞ ശേഷം ബാക്കിയുള്ളവരെയൊക്കെ തടവുകാരാക്കി പിടിച്ചുകെട്ടാനും വ്ളാഡിമിറിന്റെ ശരീരം മരുഭൂമിയിലേക്ക് വലിച്ചെറിയാനും പറഞ്ഞു. ഈ സമയം റബ്ബാൻ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവനെ പിന്തുടർന്ന് വന്ന ഹാലക് റബ്ബാനെ സെക്കൻഡുകൾ കൊണ്ട് വകവരുത്തി. അവസാനം പണ്ട് അട്രഡീസിന്റെ ശരീരങ്ങൾ കത്തിച്ചു കളഞ്ഞതുപോലെ എംപററിന്റെ ആർമിയുടെയും ഹാർക്കനൻസിന്റെയും ശരീരങ്ങൾ ഫ്രമൻസ് കത്തിച്ചു കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ മറ്റ് ഹൗസുകൾ അറാക്കിസിലെത്തി. അവർ ഫ്രമൻസിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ആക്രമിച്ചാൽ അറാക്കിസിലുള്ള സകല സ്പൈസ് ഫീൽഡുകളെയും നമ്മുടെ ന്യൂക്ലിയർ വാർഹെഡ്സ് നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് ഹൗസുകൾക്ക് നൽകാൻ പോൾ ഹാലക്കിനോട് പറഞ്ഞു. ശേഷം നിന്റെ അധികാരം എനിക്ക് വേണമെന്നും അതിന് പകരമായിട്ട് ഞാൻ നിന്റെ മകളെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും പോൾ എംപററിന് വാക്കുകൊടുത്തു. അതിന് സമ്മതമാണെങ്കിൽ നീ മുട്ടുകുത്തണം, അല്ലെങ്കിൽ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെന്നും പോൾ പറഞ്ഞു. എംപറർ മുട്ടുകുത്തിയില്ല. അതിനു പകരം ഫെയ്ഡിനെ ഫൈറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തു. രണ്ടുപേരും വളരെ സമർത്ഥരായ പോരാളികളാണ്. എങ്കിലും ഫെയ്ഡാണ് കൂടുതൽ മികവ് കാണിക്കുന്നത്. അവൻ ആദ്യം പോളിനെ ഇടിച്ചിട്ടു. എന്നിട്ട് അവന്റെ വയറ്റിൽ കത്തി കുത്തിയിറക്കി. എല്ലാവരും ശരിക്കും പേടിച്ചു. പക്ഷെ വീണ്ടും ഫെയ്ഡ് അടുത്തു വന്നതും അവന്റെ ഹൃദയത്തിൽ പോൾ കത്തിയിറക്കി. അങ്ങനെ പോൾ ചലഞ്ചിൽ ജയിച്ചു. എന്നിട്ട് എംപററിനെ കൊല്ലാൻ വന്നതും എന്റെ അച്ഛനെ കൊല്ലരുത്, അതിന് പകരം ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കാമെന്നും അതിനോടൊപ്പം നീ പുതിയ എംപറർ ആകുമെന്നും ഫ്ലോറൻസ് പറഞ്ഞു. അപ്പോൾ പഴയ എംപറർ മുട്ടുകുത്തി. അങ്ങനെ ഒടുവിൽ പോൾ പുതിയ എംപററായി. ദേഷ്യവും സങ്കടവും വന്ന ചാനി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ മറ്റ് ഹൗസസ് മറുപടി നൽകിയ വിവരം ഹാലക്ക് പോളിനെ അറിയിച്ചു. അവർ പോളിനെ എംപററായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ജെസിക്കയോട് അവളുടെ വയറ്റിലുള്ള മകൾ ചോദിച്ചു. ഇനി ഹോളി വോർ എന്ന മഹായുദ്ധം സംഭവിക്കാൻ പോവുകയാണെന്ന് ജെസിക്ക പറഞ്ഞു. ഒടുവിൽ ഒരു വേമിനെ വിളിച്ചു വരുത്തി വിഷമത്തോടെ അവിടെ നിന്നും പോകാനൊരുങ്ങുന്ന ചാനിയെ കാണിക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.